ഞാൻ എന്തുകൊണ്ടാണ് ടീച്ചിങ് ചൂസ് ചെയ്തതെന്നുള്ളത് അതെനിക്ക് എൻ്റെ ജേർണി വിത്ത് റിനായ ഇത്രയും വർഷമായിട്ട് എൻ്റെ അടുത്ത് ആകെ 2 പേരെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ, എന്തുകൊണ്ടാണ് ടീച്ചിങ് ചൂസ് ചെയ്തതെന്നുള്ളത്. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി, അതുകൊണ്ട് ഞാനത് ഇടയ്ക്കത് കട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെയെന്ന് വെച്ചിരുന്നാൽ പിന്നെ ചോദിക്കുന്നതാണ് പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചറാണോ, പാഷനേറ്റ് ആയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചിരുന്നാൽ ഇന്നോവേറ്റീവ് ആയിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഇന്നോവേറ്റീവായിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കുക. നമുക്ക് ആകെ കൂടി ഈ ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ഓപ്ഷനും നമുക്കുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റും, സങ്കടപ്പെട്ട് ജീവിക്കാനും. എൻ്റെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എന്താണെന്ന് ചോദിച്ചിരുന്നാൽ രാത്രി മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റിനായ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടും സന്തോഷമായിട്ടും പോകുന്നുണ്ടോ എല്ലാവരും? ഞാനത് മനസ്സിൽ തട്ടി തന്നെ ചോദിക്കുന്നതാണ് കേട്ടോ, സുഖമായിട്ടും സന്തോഷമായിട്ടും പോകുന്നുണ്ടോ എന്ന്. വെറുതെ ഒരു വീഡിയോയുടെ ഇൻട്രോയ്ക്ക് വേണ്ടി ചോദിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എന്നും പോട്ടെ. എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും നല്ല ഭംഗിയായിട്ട് തന്നെ പോവട്ടെ. എൻ്റെ കാര്യങ്ങളും ദൈവം സഹായിച്ച് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ എല്ലാ മനുഷ്യർക്കും, നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ വരുമല്ലോ. അതൊക്കെ നമ്മുടെ ലൈഫിലും ഉണ്ട്. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേഴ്സണൽ വീഡിയോ ആണ്, അല്ലാതെ ഭയങ്കര വാല്യുബിൾ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫോർമലായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും പാസ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം നിങ്ങൾ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക, അല്ലാതെ നിങ്ങളുടെ ജോലി തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ വീഡിയോ കാണണം എന്ന് ഞാൻ പറയില്ല, അത് ശരിയല്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഇന്നൊരു പേഴ്സണൽ വീഡിയോ ആണ്, എനിക്ക് വരുന്ന മെസ്സേജസിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മലയാളവും ആയത്, അതുകൊണ്ടാണ് മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നോക്കട്ടെ, ഇതിന് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ സബ് ടൈറ്റിൽസ് ഞാൻ ആഡ് ചെയ്യാം. സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് ആഡ് ചെയ്യാനൊന്നും പറ്റാത്തത് കേട്ടോ. ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ പ്യുവർലി പേഴ്സണലാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു വലിയ താങ്ക് യു പറയണം കേട്ടോ, എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ. എനിക്ക് എൻക്വയറീസ് ഒക്കെ തരും. ഇപ്പോൾ ഡെയിലി എനിക്ക് എൻക്വയറീസ് ഉള്ളത് കൊണ്ട് അടുത്ത എന്തിടും എന്നെനിക്കുള്ള ഒരു യൂട്യൂബിൽ എന്ത് കോണ്ടന്റ് ചെയ്യും എന്നുള്ള ഒരു ഡൗട്ടൊന്നും ഇപ്പം ഇല്ല. ഓക്കെ, ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഡൗട്ടൊന്നും ഇല്ല. ഡെയിലി ഓരോരോ എൻക്വയറീസും അങ്ങനെ മാം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അത് ബേസ് ചെയ്തിട്ട് മുന്നോട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും വളരെ സന്തോഷം. അപ്പോൾ അതിനൊക്കെ ഒരു വലിയ താങ്ക് യു കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ എന്നോട് റീസെൻ്റായിട്ട് വന്നൊരു മെസ്സേജാണ്, ഞാൻ എന്തുകൊണ്ടാണ് ടീച്ചിങ് ചൂസ് ചെയ്തതെന്നുള്ളത്. അതെനിക്ക് എൻ്റെ ജേർണി വിത്ത് റിനായ എന്ന് പറഞ്ഞ ഇൻസ്റ്റയിൽ വന്ന ഒരു പേഴ്സണൽ മെസ്സേജാണ് കേട്ടോ. ആക്ച്വലി ഇത്രയും വർഷമായതിനൊക്കെയും ഞാൻ 2015 ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇതിന് മുന്നേയും പല വീഡിയോസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും വർഷമായിട്ട് എൻ്റെ അടുത്ത് ആകെ 2 പേരെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ, എന്തുകൊണ്ടാണ് ടീച്ചിങ് ചൂസ് ചെയ്തതെന്നുള്ളത്. ഒന്ന് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ചോദിച്ചത്, പിന്നെ ഇപ്പോൾ എനിക്ക് റീസെൻ്റായിട്ടൊരു മെസ്സേജ് വന്നു, എന്തുകൊണ്ടാണ് ടീച്ചിങ് എന്താ ചൂസ് ചെയ്തതെന്നുള്ളത്. ആക്ച്വലി ഞാൻ അത്ര ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആവണം അങ്ങനെയൊന്നും വിചാരിച്ച് ടീച്ചിങ്ങിൽ വന്ന ആളൊന്നും അല്ല. പിന്നെ ടീച്ചിങ് എനിക്കിഷ്ടമാണ്. ടീച്ചിങ് പഠിപ്പിച്ചു കൊടുക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയാണ് ആ ഒരു ട്രാക്കിലേക്ക് വരുന്നതും. പിന്നെ എല്ലാത്തിലും ഉപരിയുള്ള ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചിരുന്നാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി അപ് ടു മൈ 10th സ്റ്റാൻഡേർഡ്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ അത്ര പഠിക്കാൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസും പാട്ടും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു കേട്ടോ. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അന്നും ഇന്നും എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ സ്കൂളിൽ ഓരോ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഡാൻസ് ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ്. അന്നും ഇന്നും എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്ര ഭയങ്കര 100 out of 100 മേടിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. വളരെ സാധാരണയായിട്ടുള്ളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം എൻ്റെ പേരൻസൊക്കെ PTA മീറ്റിങ്ങിനൊന്നും വരുമ്പോൾ ഭയങ്കര നല്ല ഫീഡ്ബാക്കൊന്നും കിട്ടിയിരുന്നില്ല. അത്ര ഭയങ്കര നല്ല ഫീഡ്ബാക്ക് അന്നത്തെയൊക്കെ സമയത്ത് ഞാനൊക്കെ ഒരു 90s കിഡ്സ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം അന്നൊക്കെയെന്ന് വെച്ചിരുന്നാൽ ഭയങ്കര ഫുൾ മാർക്ക് 100ൽ ഒരു 98, 90 എബവ് മേടിക്കുന്ന, അല്ലെങ്കിൽ 50ൽ 49 ഒക്കെ മേടിക്കുന്ന, 50 out of 50 മേടിക്കുന്ന ആൾക്കാർക്കാണ് ഭയങ്കര കയ്യടിയും ഭയങ്കര അവരെയാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതും അതുമൊക്കെ. അപ്പോൾ അന്നൊക്കെ ഞാനിപ്പോൾ എൻ്റെ പേരൻസ് ഒന്നും PTAക്ക് വരുമ്പോൾ അത്ര ഞാൻ പ്രത്യേകിച്ച് മാത്സിനൊന്നും അത്ര ഇതായിരുന്നില്ല, കുറച്ച് വീക്കായിരുന്നു മാത്സിനൊക്കെ. ഞാൻ ഇംഗ്ലീഷും ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെയൊക്കെ ഉള്ള സബ്ജക്ട്സൊക്കെ കയറി വരും.
അപ്പോൾ അതെനിക്ക് അന്നേ ഇഷ്ടമാണ്. പക്ഷെ ബാക്കിയൊന്നും അത്ര വലിയ ഇതൊന്നും ആയിരുന്നില്ല. അപ്പോൾ മാത്സിനൊക്കെ എനിക്കൊന്ന് 9th പഠിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് പൊട്ടും, ഇടയ്ക്ക് ഫെയിലാവുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പം എൻ്റെ ഒരു റേഞ്ച് മനസ്സിലായല്ലോ. അപ്പം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ PTക്കൊന്നും വരുമ്പോൾ അത്ര വലിയ നല്ല ഫീഡ്ബാക്ക് ഒന്നും എൻ്റെ പേരൻസിനൊന്നും അന്ന് കിട്ടിയിരുന്നില്ല. അപ്പോൾ അന്നൊക്കെ ഞാൻ ജസ്റ്റ് വിചാരിക്കുമായിരുന്നു, അയ്യോ ഞാൻ എന്തെങ്കിലും ഒരു ടീച്ചർ അങ്ങനെ ആവുമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന പേരൻസിനോട് ഒരിക്കലും ഇത് പോക്കാണ്, ഈ മാത്സിന് ഇത് ഇങ്ങനെ പോക്കാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞു വിടത്തില്ല. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങളൂടിയെങ്കിലും പറഞ്ഞു വിടും എന്നൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു. ഞാനത് കുറ്റമായിട്ട് പറയുന്നതല്ല, മേ ബി അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരിക്കാം, ഓരോ കാലഘട്ടത്തിൽ ഓരോരോ ചേഞ്ചസ് അല്ലേ. അപ്പം അന്ന് അങ്ങനെയായിരുന്നു, എനിക്കൊക്കെ കിട്ടിയിരുന്നത് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീടൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമുക്കൊരു ധാരണയുണ്ടല്ലോ, പാചകം അറിയാവുന്നവർ മാത്രമാണ് നല്ല വീട്ടമ്മ എന്നുള്ള ഒരു പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് സിനിമാ താരം നവ്യ നായരാണ് അത് പൊളിച്ചടുക്കിയത്. അപ്പോൾ അതേപോലെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അവരുടെ പല കോൺസെപ്റ്റും എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഈ 100 out of 100 മേടിക്കുന്ന കുട്ടികളെ ഉള്ളോടെ ഭയങ്കര നല്ല കുട്ടികളെന്ന് പറയുന്നത് അല്ല. അപ്പം നമ്മുടെ കൂടെയൊക്കെ പഠിച്ച എല്ലാ കുട്ടികളെയും, എൻ്റെ കൂടെ പഠിച്ച എല്ലാ കുട്ടികളും എല്ലാവരും ഓരോരോ പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നല്ല നിലയിൽ എത്തിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ 100 out of 100 മാത്രം മേടിക്കുന്ന കുട്ടികളെ മാത്രം പ്രശംസിക്കുന്ന ആ ഒരു കാറ്റഗറിയൊക്കെ ഒന്ന് മാറിയിട്ട്, നമ്മളൊരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന പേരൻസിനോട് ആ കുട്ടിയുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് വീക്കാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്സ് ആണെങ്കിലോ എന്തെങ്കിലും അവൻ വീക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളും കൂടി ആ ഒരു പേരൻസിനോട് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അവൻ അക്കാഡമിക് സൈഡിൽ ഇച്ചിരി വീക്കാണ്, പക്ഷേ സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും നിങ്ങളുടെ കുട്ടി വളരെ ടാലൻറ്റഡ് ആണ്, പിന്നെ കുറച്ചും കൂടെ സ്റ്റഡീസിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഉള്ളൊരു ഇമ്പാക്റ്റ് ആ കുട്ടിയിലും ആ പേരൻസിനും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ടീച്ചിങ്ങിനോട് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ചെറുതിലെ പഠിക്കുന്ന സമയത്ത് അന്ന് ടീച്ചർ ആവണം എന്നൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഒരിക്കൽ ചിന്തിച്ച ഒരു കാര്യമാണ്, അയ്യോ എന്നെങ്കിലും ഞാനെങ്ങാനും ഒരു ടീച്ചർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പേരൻസിനെ വിഷമിപ്പിച്ച് വിടില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് ഞാൻ ടീച്ചർ ആവും എന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോയി, അതുകൊണ്ട് ഞാനത് ഇടയ്ക്കത് കട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാട്ടോ. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെയെന്ന് വെച്ചിരുന്നാൽ പിന്നെ ചോദിക്കുന്നതാണ്, പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചറാണോ? പാഷനേറ്റ് ആയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചിരുന്നാൽ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചറാണെന്നൊക്കെയാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, UAE ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കുമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഞാൻ അത്ര പാഷനേറ്റ് ഒന്നും അല്ല. കാരണം പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ദേ ഓൾവേസ് ഫൈൻഡ് സം ടൈം ടു ഡു സംതിങ് ആൻഡ് ദേ ഓൾവേസ് വെരി ഇന്നോവേറ്റീവ്. അവരുടെ ടീച്ചിങ് ഫീൽഡിൽ അവരെന്തെങ്കിലുമൊക്കെ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും, പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. പിന്നെ എനിക്കെന്ന് വെച്ചിരുന്നാൽ അങ്ങനെ ഞാൻ ഇന്നോവേറ്റീവായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഇന്നോവേറ്റീവായിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കുക, അത് പ്രസൻറ്റ് ചെയ്യുക, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അതാണ് ഞാൻ ആകെ ഇന്നോവേറ്റീവായിട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇന്നോവേറ്റീവായിട്ട് അങ്ങനെ ഒന്നും ടീച്ചിങ് ഫീൽഡിൽ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെന്ന് വെച്ചിരുന്നാൽ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, ഐ ലവ് ടീച്ചിങ്. പക്ഷേ അല്ലാതെ ഈ ബാക്കി എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ സ്റ്റേ ബാക്ക് ചെയ്യുക, പേപ്പർ ബണ്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു 2 ബണ്ടിൽ 3 ബണ്ടിൽ ഒരു 4 ബണ്ടിൽ വരെയൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു 7 8 ബണ്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴേക്ക് അയ്യോ എന്നാവും. അങ്ങനെ വലിയ ഇൻട്രസ്റ്റോട് കൂടിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ സ്റ്റേ ബാക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അയ്യോ ഇന്ന് സ്റ്റേ ബാക്ക് ഉണ്ടോ എന്നൊക്കെ, അപ്പോൾ അതൊക്കെ നമുക്കൊരു താല്പര്യക്കുറവാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പാഷനേറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഐ ലവ് ടീച്ചിങ്, എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. പിന്നെ പാഷൻ എന്തിനോടാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ അത് ഞാൻ പറയാം കേട്ടോ. ടീച്ചിങ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ അതിന് മുന്നേയൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇൻസ്റ്റയിലല്ല അല്ലാതെ പേഴ്സണലി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് റിയാലിറ്റിയിൽ വരുമ്പോൾ ആണ് അത് ഷെയർ ചെയ്യുന്നതെന്നാണ് നല്ലതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒരു റിയാലിറ്റിയിൽ വരട്ടെ, അപ്പം ഞാനത് പറയാം എൻ്റെ ശരിക്കുമുള്ള ഒരു പാഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യം കേട്ടോ.
പിന്നെ എനിക്ക് വന്ന ഒരു മെസ്സേജാണ്, അതെനിക്ക് മിക്കപ്പോഴും ഇപ്പോൾ വളരെ എൻ്റെ മിക്ക വീഡിയോസിനും എനിക്ക് താഴെ വരുന്ന കോമൻറ്റും പിന്നെ അല്ലാതെ പേഴ്സണലായിട്ട് വരുന്ന മെസ്സേജുമാണ്. വീഡിയോസ് എല്ലാം നല്ല ഇൻസ്പയറിംഗ് ആണെന്നൊക്കെ പറയാറുണ്ട്, മോട്ടിവേഷൻ ഉള്ള വീഡിയോസാണ്, മോട്ടിവേറ്റിംഗ് ആണ് എന്നൊക്കെ കേട്ടു. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറൊന്നും അല്ല, അങ്ങനത്തെ വലിയ മോട്ടിവേഷണലായിട്ടുള്ള സ്പീക്കറോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ നമ്മുടെ ഒരു ഫിലോസഫി, എൻ്റെ ഒരു ഫിലോസഫി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ, ലൈഫാകെ ഒന്നേ ഉള്ളടേ, നമുക്കാകെ കൂടി ഈ ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ഓപ്ഷനും നമുക്കുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റും, സങ്കടപ്പെട്ട് ജീവിക്കാനും പറ്റും. സന്തോഷവും സങ്കടവും ഒക്കെ ഇടയ്ക്ക് നമ്മുടെ ലൈഫിൽ വരും. പക്ഷേ ആ സങ്കടത്തെ നമ്മളെ അങ്ങ് വിഴുങ്ങാൻ വിട്ടുകൊടുക്കരുത്. ഓക്കെ, സങ്കടങ്ങളും പല ചാലഞ്ചസും ഒക്കെ നമ്മുടെ ലൈഫിൽ വരും. പക്ഷേ എന്നിരുന്നാലും വി ഹാവ് ടു ഓൾവേസ് ഫൈൻഡ് സം ടൈം ഫോർ അവർ സോൾ. നമ്മുടെ സോളിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക, ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് എന്താണെന്ന് ചോദിച്ചിരുന്നാൽ രാത്രി മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. എന്താണെന്ന് ചോദിച്ചിരുന്നാൽ അത് തന്നെയാണ് അല്ലേ, മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുക. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവരെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാനും പാര വെക്കാനും കുതികാലി വെട്ടാനും ഇതിനൊന്നിനും പോവാതെ ഇരിക്കുക കേട്ടോ. ഇത് എനിക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് അഡ്വൈസ് ചെയ്യാനൊന്നും ഞാൻ ആരുമല്ല, പക്ഷെ ഒരു റിക്വസ്റ്റാണ് ഇത്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു പക്ഷേ എന്നെക്കാളി ഇളയ കുട്ടികളാവാം, ചിലപ്പോൾ എന്നെക്കാളി മുതിർന്നവരാവാം, ചിലപ്പോൾ എൻ്റെ അതേ ഏജിലുള്ളവരാവാം. ആരായിരുന്നിരുന്നാലും എൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ട് ഞാൻ എല്ലാവരെയും കാണുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, ആവശ്യമില്ലാതെ ആരുടെയും കാര്യങ്ങളിലോ ആരുടെയും ലൈഫിലോ ചെന്ന് നമ്മൾ തലയിടാതെ പാര വെക്കാനോ കുതികാല് വെട്ടാനോ ഒന്നും പോവാതെ ഇരിക്കുക. നമ്മുടെ കാര്യം നോക്കുക, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ലൈഫിനെ കാണുക, പോവുക. നേരെ വാ എന്ന് പറയുമല്ലോ, അങ്ങനെ പോവുക. അപ്പോൾ ലൈഫ് കുറേയൊക്കെ ഹാപ്പി ആയിരിക്കും. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സോളിനെ എന്താണ് ഹാപ്പിയാക്കി വെക്കാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യുക, സന്തോഷമായിട്ട് അങ്ങനെ ജീവിക്കുക, അത്രയേ ഉള്ളൂ. ഓഫ് കോഴ്സ് ഇടയ്ക്ക് ചില വിഷമങ്ങളൊക്കെ നമുക്ക് വരും, അതങ്ങനെയാണല്ലോ, ലൈഫാകുമ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പം നമ്മൾ ഈ മറ്റുള്ളവർക്ക് കർമ്മയിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പം നമ്മൾ ഈ മറ്റുള്ളവർക്ക് പാരയൊക്കെ വെക്കാൻ പോകുമ്പോഴത്തേക്ക് തിരിച്ച് നമുക്കും അത് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാതെ ഇരിക്കുക, ലൈഫിനെ അതിൻ്റേതായ ഒരു പ്ലെയിൻ രീതിയിൽ അങ്ങ് വിട്ടേക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പോളിസി അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു 3 നിങ്ങൾക്ക് അവിടെ ബ്ലേഡായിട്ടായിരിക്കും കാണുന്നത്, അവിടെ ഞാൻ വെച്ചേക്കുന്നത് പോസിറ്റീവ് മൈൻഡ്, പോസിറ്റീവ് വൈബ് ആൻഡ് പോസിറ്റീവ് ലൈഫ് എന്നാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെയും പ്രിൻസിപ്പിൾ. എല്ലാത്തിനെയും നമ്മളൊരു പോസിറ്റീവായിട്ട് കാണുക, മുന്നോട്ടേക്ക് പോവുക കേട്ടോ. പിന്നെ എനിക്ക് വരുന്ന മെസ്സേജിലെല്ലാം ഞാൻ പ്രത്യേകം നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, അതായത് ഇപ്പോൾ ഇച്ചിരി ഒരു കരിയർ ഗ്യാപ്പ് വന്നവർക്കും അതേപോലെ ടീച്ചിങ് ഫീൽഡിലേക്ക് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ ഇറങ്ങുന്നവർക്കും ഒക്കെ ഒരു ടെൻഷൻ, അതായത് അവിടെ ജോബ് കിട്ടുമോ, അവിടെ നിന്നുള്ള നല്ല, ഇപ്പം നാട്ടിലാണെങ്കിലും ജോബ് കിട്ടുമോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ടെൻഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജൊക്കെ മിക്കപ്പോഴും എനിക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ, അഡ്വൈസ് ഒന്നുമല്ല, പക്ഷേ അല്ലാതെ ആസ് എ ഫ്രണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓവറായിട്ട് ടെൻഷനൊന്നും അടിക്കാതെ ഇരിക്കുക, നമ്മൾ അത്യാവശ്യം കൂളായിട്ട് പ്രിപ്പയർ ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, എന്നിട്ട് നല്ല ധൈര്യമായിട്ട് പോവുക. KKPP, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അങ്ങ് പോവുക. അപ്പോഴാണ് നമുക്ക് പലപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ഒരു അനുഭവം വെച്ച് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഓവർ കൺസേൺഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അപ്പുക്കുട്ടനാവും, ഓവറാക്കി ചളവാക്കും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഞാനൊക്കെ പോകുന്ന സമയത്ത് എന്തും വരട്ടെ, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, ഒന്നുകിൽ നമ്മൾ അവിടെ കാണും, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തുടരില്ല, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ച് പോവുക കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഈ അപ്കമിങ് ആയിട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്. ഒത്തിരി അങ്ങ് സ്ട്രെസ്സ് കൊടുക്കാതെ ഇരിക്കുക, അത് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കത്തേ ഉള്ളൂ. പിന്നെ ഇൻ കേസ് എങ്ങാണോ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോവും, പ്രസൻറ്റേഷൻ സമയത്ത് കോൺഫിഡൻസ് പോവും, പിന്നെ നമുക്ക് വേറൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോവും. അതുകൊണ്ട് അങ്ങനെ ഓവറായിട്ട് ചിന്തിക്കാതെ ഇരിക്കുക, കൂളായിട്ട് പോവുക, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ പോവുക. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇച്ചിരി ഒരു കരിയർ ഗ്യാപ്പൊക്കെ വന്നവരോട്, അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി മെസ്സേജൊക്കെ വരാറുണ്ട്, എനിക്കിപ്പോൾ ഇത്ര ഏജായി, അപ്പോൾ എനിക്ക് ജോബ് കിട്ടുമോ എന്നൊക്കെ. ഇപ്പോൾ ടീച്ചിങ്ങിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ടീച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ എത്ര എക്സ്പീരിയൻസ് കൂടുന്നോ ആ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ ഇരിക്കും തോറും വീര്യം കൂടുമെന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ്. ഇപ്പം അതിപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ അഡ്വക്കേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം
ആദ്യം അന്വേഷിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടോ, സീനിയോറിറ്റി ഉണ്ടോ എന്നുള്ളതല്ലേ. നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡോക്ടറാണോ എന്നല്ലേ അന്വേഷിക്കുന്നത്. അതേപോലെ തന്നെയാണ് ടീച്ചിങ് ഫീൽഡിൽ കേട്ടോ. എപ്പോഴും സ്കൂളുകാർ നോക്കും എക്സ്പീരിയൻസ്ഡ് ആണോ, നമ്മുടെ ഒരു ലെവലിന് നിൽക്കുന്നതാണോ എന്നേ അവർ ചെക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും പിന്നെ പേടിക്കാനില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യമൊക്കെ ഞാനും പണ്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്, അയ്യോ ഇത്ര ടൈമിനുള്ളിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ അയ്യോ എന്തെങ്കിലും സംഭവിക്കുമോ, പിന്നെ എനിക്ക് ജോബ് കിട്ടാതെ ഇരിക്കുമോ, അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കൊരു ഇച്ചിരി കരിയർ ബ്രേക്ക് അതൊക്കെ എല്ലാവർക്കും വരും. ഒരു കരിയർ ബ്രേക്ക് വന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ ചാൻസോ സ്കോപ്പോ ഒന്നും പോകാൻ പോകുന്നില്ല. ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് നമ്മൾ പോവുക, നന്നായിട്ട് ലാംഗ്വേജൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നന്നായിട്ടൊക്കെ പറയുമ്പോഴത്തേക്കും അതൊക്കെ ശരിയായിക്കോളും കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഓർത്തുള്ള ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത് Q&A ആണെന്നൊന്ന് വിചാരിക്കരുത്. Q&A ഒന്നും ചെയ്യാനൊന്നും ഞാനായിട്ടില്ല. അതൊക്കെ വലിയ വലിയ വ്ളോഗേഴ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇതെനിക്ക് പേഴ്സണലായിട്ടൊക്കെ വരുന്ന മെസ്സേജസിനെ ബേസ് ചെയ്ത്, അപ്പോൾ എപ്പോഴും ഞാൻ ഈ കമൻറ്റ് വഴി അങ്ങ് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം അല്ലാതെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ദാറ്റ് യു ആർ ഗിവിങ്. അപ്പോൾ എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണുന്നു, അതേപോലെ ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ട് കാണുന്നു. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്, അറിയാവുന്ന കാര്യങ്ങൾക്കെല്ലാം റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനിയും സപ്പോർട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, ഈ ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ നമുക്ക് കേട്ടോ. അതിപ്പോൾ എനിക്കായാലും നിങ്ങൾക്കായാലും. അപ്പോൾ അത് എന്ത് വലിയ പ്രശ്നമായിക്കോട്ടെ, എല്ലാ പ്രശ്നത്തിനും ദെയർ ഈസ് എ സൊല്യൂഷൻ. അപ്പോൾ ആ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത് ഓവർകം ചെയ്ത് അതിനെ മുന്നോട്ടേക്ക് പോവുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഓൾവേസ് ബി ഹാപ്പി, എൻജോയ് ദിസ് സിംഗിൾ ലൈഫ്. നമുക്ക് ഈ ഒരു സിംഗിൾ ലൈഫേ നമുക്കുള്ളൂ. അത് നന്നായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ടേക്ക് പോവുക കേട്ടോ. ആവശ്യമില്ലാതെ ഒരു പാരവെപ്പിനോ കുതികാല് വെട്ടിനോ ഒന്നിനും പോകണ്ട. നല്ല കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.